Hi friends, welcome back to England English Classroom. Dears, this episode is an analysis of 8th class in 10th grade English. That is the opening of the second lesson, that is the snake and the mirror. This episode will get all these things as usual. Introduction is there, word meanings are there, question answer, summary, and all these things are there. Okay, let's start. See, this is the title of the lesson or the name of the story. This is a short story, The Snake and the Mirror. നേരെ അർത്ഥം പറയുമ്പോൾ പാമ്പും കണ്ണാടി എന്നൊക്കെയാണ് നമുക്കറിയാതെ, അതിൻ്റെ ഉള്ളതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. റൈറ്റ്, ഇറ്റ് ഈസ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഐ തിങ്ക് യു നോ ഹിം ആൻഡ് we have commemorated him recently. നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് അറിയായിരിക്കും, ജൂലൈ 5 ഓർമ്മ ഉണ്ടാവും. ഓക്കെ, നൗ ലെറ്റ് us see an introduction കാണാം. The Snake and the Mirror by Vaikom Muhammad Bashir, who is fondly remembered as Beypur Sultan, is a story about a frightening incident which is narrated in a humorous way. പഠിച്ചു വെക്കണം, അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെയാണ്. എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടു കൂടി ബേപ്പൂർ സുൽത്താൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്, ആ പേരിലാണ്. ഈ കഥയിൽ എന്താ ഉള്ളത്? ഒരു ഭയപ്പെടുത്തുന്ന സംഭവത്തെക്കുറിച്ചാണ്, പക്ഷെ അത് അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വളരെ രസകരമായ രീതിയിലാണ്. അതാണ് നമ്മുടെ ബഷീറിൻ്റെ പ്രത്യേകത. ഇറ്റ് ടെൽസ് അബൌട്ട് ദ ലോൺലി ലൈഫ് ഓഫ് എ ഡോക്ടർ ആൻഡ് ദ ഇൻസിഡൻസ് ദാറ്റ് ഒക്കർ വെൻ ഹി എൻകൗണ്ടേഴ്സ് എ സ്നേക്ക് ഇൻ ഹിസ് റൂം. അതാണ് ഇതിൻ്റെ തീമാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് ഒരു ഡോക്ടറുടെ ഏകാന്തമായ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു പാമ്പിനെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും ഏകാന്തമായ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്, അറിയാലോ. ദ സ്റ്റോറി പ്രസൻസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി വിച്ച് മേക്സ് ഇറ്റ് ഹ്യൂമറസ്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പാഠം കഴിയുമ്പോഴേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ, പക്ഷെ തീമായതുകൊണ്ടാണ് തൽക്കാലം തന്നെ തന്നത്. അത് എന്ത് തമ്മിലുള്ള സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ കഥയിലുള്ളത്. അത് നമുക്ക് ഒരാസ്വദിക്കാൻ പറ്റിയ രീതിയിൽ നർമ്മം കലർന്ന രീതിയിലുള്ള കഥയാക്കി അതിനെ മാറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എഴുതിയെടുക്കേണ്ടതാണ്. ഓക്കെ ഡിയേഴ്സ്, നൗ ദിസ് ഈസ് വൈക്കം മുഹമ്മദ് ബഷീർ. യു നോ, നൗ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ഉള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, ഹു ഈസ് ഫോൺലി റിമെമ്പേർഡ് എസ് ബേപ്പൂർ സുൽത്താൻ, ഈസ് എ ഹ്യൂമനിസ്റ്റ്. നമുക്കറിയുന്നതാണ്. ഫ്രീഡം ഫൈറ്റർ, പിന്നെ സ്വതന്ത്ര സമര പോരാളിയാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ഹൈലിംഗ് ഫ്രം കേരളക്കാരനാണ്, ഒക്കെ നമുക്കറിയാം. ഹി ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. ഡിസാമിംഗ്ലി എന്ന് പറഞ്ഞാൽ ചാമിംഗ്ലി എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. വളരെ ആകർഷണീയമായ ചാമിംഗ്ലി. ഡിസാമിംഗ് എന്ന് പറഞ്ഞാൽ ചാമിംഗ് എന്നാണ്. ചാമിംഗ്ലി. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്, ഇടിയാണത്. റിയലിസ്റ്റിക്, വളരെ പ്രായോഗികമായ, പച്ചയായ, വളരെ പ്രായോഗികമായ, അതിന് നമ്മൾ ഡൗൺ ടു എർത്ത് എന്ന് പറയാം. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദാറ്റ് മെയ്ഡ് ഹിം ഈക്വലി പോപ്പുലർ അമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ. ക്ലിയർ ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ തനി നാടൻ, അല്ലെങ്കിൽ എല്ലാവരും വശീകരിക്കുന്ന രീതിയിലുള്ള വളരെ പ്രായോഗികമായ അദ്ദേഹത്തിൻ്റെ ആ രീതി, പച്ചയായ രീതി, പിന്നെ സാഹിത്യ വിമർശകരെയും അതുപോലെ തന്നെ സാധാ ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്? ആകർഷിച്ചിട്ടുണ്ട്. റെഡിയാണല്ലോ. നൗ അവിടേക്കിടക്ക് പ്രസിദ്ധനാവാൻ ഈ ഒരു സ്റ്റൈൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് നമുക്കറിയാം? ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം, അങ്ങനെ കുറച്ചെണ്ണം നമ്മൾ ഒരു നോട്ട് ചെയ്തതാണ്, അതിലുള്ളതാണ്. ഹി വാസ് അവാർഡ് ദ പത്മശ്രീ ഇൻ 1982. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അത് എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? ഹി റോട്ട് അബൌട്ട് പീപ്പിൾ ആൻഡ് ഹി റോട്ട് അബൌട്ട് നേച്ചർ. ആളുകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചാണ് എഴുതി. ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഹീസ് ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ആൻഡ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. വളരെ പ്രധാനമാണ്. കഥയുടെ സുൽത്താനാണ്. കൂട്ടത്തിൽ നമുക്ക് ഇവിടെ അദ്ദേഹത്തിന് പ്രാധാന്യം വരുന്ന എന്താ, റെലവൻസ് വരുന്നത് നമ്മളെ പാട നേച്ചറിനെ കുറിച്ചാണ് നമുക്കറിയാതെ. അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു അദ്ദേഹം. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. നല്ല ഭൂമിൻ്റെ അവകാശികളൊക്കെ നമുക്ക് അറിയുന്നതാണ്, കൂടുതൽ പറയുന്നില്ല, നേരം പിടിക്കുന്നുള്ളതുകൊണ്ട്. നമ്മുടെ ആ ഫസ്റ്റ് ഇത് തുടങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ട് ഹൈക്കു ഒക്കെ തന്നിട്ട് അവിടെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പിക്ചറിൻ്റെ കൂടെ നമ്മൾ തന്നൊരു കാര്യമാണ്. അതായത് പ്രകൃതിയും എല്ലാ ജീവജാലങ്ങളും
അവരുടെ ഒരു ബ്ലൻഡ്, ഒരു കൂടിച്ചേരൽ, അതാണ് എന്തിലുള്ളത്, നമ്മുടെ അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ ഉയർത്തി കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. റെഡിയല്ലേ? പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ഫോളീസ് ഓഫ് മെൻ. മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊട്ടത്തരങ്ങളിലൂടെ അതിൽ നിന്ന് നർമ്മവും അതുപോലെ തന്നെ പരിഹാസമൊക്കെ എന്ത് ചെയ്യും, ഉണ്ടായി വരും. അറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വളരെ രസകരമായി തോന്നുന്നത്. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി, ലെറ്റ് us read and enjoy. നമ്മൾ വായിക്കാൻ പോകുന്ന കഥ നമുക്കറിയാം, ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അത്രയൊരു കഥയാണ്, നമുക്ക് വായിച്ചു നോക്കാം. റെഡി അല്ലേ മക്കളെ? Now we are going to read the first 5 paragraphs of the story, The Snake and the Mirror. Now before that, let us see the word meanings. എ ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ അർത്ഥം ഓഫ് അൺമിക്സ്ഡ് ആൻസസ്ട്രി, പിന്നെ വിഗറസ്, ഇന്തൂസിയാസ്റ്റിക് ആൻഡ് വിത്തൗട്ട് കോംപ്രമൈസ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളറിയാലോ, നല്ല പാരമ്പര്യമുള്ള, തറവാടിത്തുള്ള എന്നൊക്കെയാണ് നേരെ വാക്കിൻ്റെ അർത്ഥം. അത് ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോബ്രനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെനമസ് ആൻഡ് ഡേഞ്ചറസ് എന്നാണ്. വെനമസ് ആൻഡ് ഡേഞ്ചറസ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നല്ല വിഷമുള്ള, അപകടകാരിയായ എന്നാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ അർത്ഥമാണ് നമ്മളിവിടെ കാണിച്ചത്, ഓഫ് മിക്സ്ഡ് ആൻസസ്ട്രി. റെഡി അല്ലേ? ഇനി കെയിം അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒക്കർ, സംഭവിക്കുക, അതല്ലെങ്കിൽ പെട്ടെന്ന് ഉയർന്നു വരിക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതിനാണ് കെയിം അപ്പ് എന്ന് പറയാം, കമ്മപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് അറ്റൻറ്റീവ്ലി മീൻസ് വൈൽ പേയിങ് ക്ലോസ് അറ്റൻഷൻ, വളരെ ശ്രദ്ധയോട് കൂടി എന്ന അർത്ഥം. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് റണ്ണിങ് എ ബിസിനസ്, ഒരു ബിസിനസ്സൊക്കെ നടത്താൻ തുടങ്ങുക, അതിനാണ് സെറ്റപ്പ് എന്ന് പറയാം. ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ മണി ഒബ്റ്റെയിൻ ഇൻ റിട്ടേൺ ഫോർ ലേബർ ഓർ സർവീസസ്. അറിയാലോ, സേവനത്തിനോ അല്ലെങ്കിൽ ഒരു തൊഴിലിനോ പകരമായി കിട്ടുന്ന പൈസ, സമ്പാദ്യമാണ് ഏത്, ഏർണിങ്, നമ്മുടെ വരുമാനമാണ്. അറിയാലോ. മീഗർ എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി, വളരെ തുച്ഛമായ എന്ന അർത്ഥം. അളവില്ല, അതുപോലെ തന്നെ ഗുണമില്ല എന്ന് പറഞ്ഞാൽ തുച്ഛമായ എന്നർത്ഥം. പൊസസ് എന്ന് പറഞ്ഞാൽ ഹാവ് ആസ് ബിലോങ്ങിങ് ടു വൺ ഓർ ഓൺ, ഉടമസ്ഥയിലാവുക എന്നാണ്. സോളിറ്ററി മീൻസ് സിംഗിൾ ഓർ ഒള്ളി, ഒരേ ഒരു എന്നാണ് സോളിറ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം. ക്ലിയർ ആണല്ലോ? നൗ എ ഫുൾ ബ്ലഡഡ് കോബ്ര, യു ക്യാൻ സീ ഇറ്റ്, ആൻഡ് ദിസ് ഈസ് എ കെറസീൻ ലാമ്പ്, കെറസീൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക്, അറിയാലോ. നൗ take off, that means removed. Take off means removed. Take off means to remove. Took off ആകുമ്പോൾ removed. റെഡി അല്ലേ? Take off to remove. Remove എന്ന് പറഞ്ഞാൽ എന്താ, എടുക്കാൻ പറ്റുന്ന സാധനം മാറ്റുന്നതിനാണ് റിമൂവ്. ഐ ടുക്ക് ഓഫ് മൈ ഹാറ്റ് എന്നൊക്കെ നമ്മൾ പറയും. റെഡി അല്ലേ? തൊപ്പി എടുത്തു മാറ്റി, എടുക്കാൻ പറ്റിയത് നീക്കുന്നതിനാണ് ടേക്ക് ഓഫ് എന്ന് പറയാം. വെസ്റ്റ് നമുക്കറിയാം, ബനി എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് വെസ്റ്റ്. ബീം അറിയാലോ, എ ലോങ് സ്റ്റഡി പീസ് ഓഫ് സ്ക്വയർഡ് ടിമ്പർ ഓർ മെറ്റൽ യൂസ് ടു സപ്പോർട്ട് ദ റൂഫ് ഓഫ് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ആ കഴുക്കോലിനെ ബന്ധിപ്പിക്കുന്ന അടിയിൽ വെക്കുന്ന നല്ല നീളമുള്ള, നല്ല ഉറപ്പുള്ള, പലപ്പോഴും ചതുരാകൃതിയിലുള്ള ആ ഒരു മരത്തടിക്കാണ് ബീം എന്ന് പറയാം. നമുക്കറിയാം, ഭീമം സാറിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. ഗാബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ ടേക്ക് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം കേട്ടോ. യൂസ്ഡ് വെൻ റെഫറിങ് ടു നോട്ട് ഗോയിങ് ടു വർക്ക്, ഒരു ജോലിക്ക് പോകാത്തൊരവസ്ഥ കാണിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ ടേക്ക് ടൈം ഓഫ് എന്ന് പറയും. ഓർ നോട്ട് ഡൂയിങ് എ റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുക. ഫോർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് നേരം. റെഡി അല്ലേ? അതായത് കുറച്ച് നേരം ഒരു ജോലിക്ക് പോവാത്ത, ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥക്കാണ് ടേക്ക് ടൈം ഓഫ് എന്ന് പറയാം. റെഡി അല്ലേ? ഓക്കെ, ഇതാണ് ഗാബിൾ. ഇങ്ങനെ മട്ടാകൃതിയിൽ വരുന്ന ചുമരിൻ്റെ ഈ ഭാഗത്തിനാണ് നേർക്ക് ഗാബിൾ എന്ന് പറയാം. കണ്ടിട്ടുണ്ടോ? റെഡി അല്ലേ? നൗ നെക്സ്റ്റ് വൺ ഈസ് ദ മീനിങ് ഈസ് ഹിയർ. നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് എ കോട്ട്, കോട്ട്. ദിസ് വൺ ഈസ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. കണ്ടാൽ തന്നെ അറിയാം ഡേർട്ടി ആണ്, അതുകൊണ്ടാണ് നോട്ട് സോ വൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നൗ ഡിയേഴ്സ്, നമുക്ക് കഥ ചർച്ച ചെയ്ത് തുടങ്ങാം. ശ്രദ്ധിക്കുന്നല്ലോ. Has a snake ever coiled itself around any part of your body? A full-blooded cobra? That's a question. ഒരു ചോദ്യമാണത്. Who raised that question? ആരായി ചോദിച്ചത് ആരാണ്? താഴെ വരുന്നുണ്ട്. The question came from the homeopath. Homeopath ആണ് ഈ ചോദ്യം ചോദിച്ചത്. എന്താ ചോദ്യം?
എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആര് ചുറ്റിയിട്ടുണ്ടോ, ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ക്ലിയർ ആണല്ലോ. അത് എന്ത് പാമ്പാണ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര. എങ്ങനത്തെ കോബ്രയാണ്? വളരെ വിഷമുള്ള അപകടകാരിയായ ഒരു കോബ്ര, ഒരു മൂർഖൻ ചുറ്റിയിട്ടുണ്ടോ? ദെൻ what was the impact of that question? All of us fell silent. All the hearers, audience ഒക്കെ എന്ത് ചെയ്തു? എല്ലാവരും നിശബ്ദമായി. കാര്യം അങ്ങനത്തെ ഒരു ചോദ്യമാണ്. റെഡി അല്ലേ? Now this is asked by, or this question that was asked by the homeopath. ആരാ ചോദിച്ചത്? homeopath ആണ്. The topic came up when we were discussing snakes. What were they discussing? They were discussing snakes. പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടായി വന്നത്. We listened attentively as the doctor continued with the tale. Tale means story. അറിയാലോ. അദ്ദേഹം കഥ പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഇത് വളരെ ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്ന രണ്ട് കാര്യം. പിട്ടി, ഫിയർ ഒക്കെ നമുക്കറിയുന്ന പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കും ഭയങ്കര ഏതായിരിക്കുക, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും. അപ്പോൾ ആ കഥ ഇങ്ങനെ അദ്ദേഹം തുടർന്നപ്പോൾ, ഡോക്ടർ കഥ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടി ശ്രദ്ധിച്ചു. ക്ലിയർ ആണല്ലോ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. എൻ്റെ സെറ്റിംഗ് ആ പറയണത് കേട്ടോ. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഒരു ഹോട്ട് സമ്മർ നൈറ്റ്, വേനൽക്കാലത്തുള്ള നല്ല ചൂടുള്ള രാത്രിയാണ്. വാട്ട് വാസ് ദ ടൈം ദെൻ? അബൌട്ട് 10 o'clock. 10 മണിയാണ്, ഏതാണ്ട് 10 മണി. ഓക്കെ അല്ലേ? ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. റെസ്റ്റോറൻറ്റ് പോയിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചിട്ട്, റെസ്റ്റോറൻറ്റ് എന്ന് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയട്ടെ അമേരിക്കൻ പ്രൊനൗൺസിയേഷനിൽ. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു? റിട്ടേൺ ടു മൈ റൂം. എങ്ങോട്ട് വന്നു? റൂമിലേക്ക് തിരിച്ചു വന്നു. ഐ ഹാഡ് എ നോയ്സ് ഫ്രം അബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. വെൻ ഹി ഓപ്പൺ ദ ഡോർ ഹി ഹേർഡ് എ നോയ്സ് ഫ്രം അബവ്. നമുക്കറിയാലോ, നോയ്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ സൗണ്ടാണ് നോയ്സ്. വാതിൽ തുറന്നപ്പോൾ എന്താ ഉണ്ടായത്? മുകളിൽ നിന്ന് ഒരു നല്ലതല്ലാത്തൊരു ശബ്ദം കേട്ടു. റെഡി അല്ലേ? അത്രയേ ഉള്ളൂ. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഹി യൂസ്ഡ് ടു ഹിയർ സച്ച് സൗണ്ട്സ് ദർ. അത്തരം ശബ്ദങ്ങൾ അവൻ എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? കേൾക്കാറുണ്ട്. അതുകൊണ്ട് പരിചയമുള്ള സൗണ്ടായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. നല്ലോ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ഒരു ഹ്യൂമറാണത്. അവിടുത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? റാറ്റ്സ് ആൻഡ് ദ ഡോക്ടർ, ഓർ ദ ഡോക്ടർ ആൻഡ് ദ റാറ്റ്സ് ഷെയർഡ് ദ റൂം. അവർ എലികളും ആരും കൂടി, ആ ഡോക്ടറും കൂടി ആ റൂം പങ്കുവെക്കാൻ തോന്നും. അത്രയും എന്തായിരുന്നു, എലികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം. റെഡി അല്ലേ? അവിടെ ഗ്രാമർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐ എന്ന് വരുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ടി വരുമ്പോൾ ഐ ആൻഡ് ബാക്കിയല്ല പറയാം, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഐ പറയാം. ശ്രദ്ധിക്കണം കേട്ടോ. മൈ ഫാദർ ആൻഡ് ഐ എന്നേ പറയുള്ളൂ. ഐ ആൻഡ് മൈ ഫാദർ എന്ന് പറയില്ല, അത് ശ്രദ്ധിച്ചോളണ്ടി. യു ആൻഡ് ഐ എന്നേ പറയുള്ളൂ, ഐ ആൻഡ് യു എന്ന് പറയില്ല. ശ്രദ്ധിക്കണേ. പിന്നെ നെക്സ്റ്റ്, ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. മാച്ച് നമുക്കറിയാം, ബോക്സ് ഓഫ് മാച്ച് തീപ്പെട്ടിയാണ്, അറിയാലോ. അതെടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കെറസീൻ ലാമ്പ് ഓൺ ദ ടേബിൾ. വാട്ട് ഡിഡ് ഹി ഡു? എന്ത് ചെയ്തു? മണ്ണെണ്ണ വിളക്ക്, ടേബിൾ മേലെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ക്ലിയർ ആണല്ലോ? നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനി വരും. അത് ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. അത് ഇവിടെ വന്നു. അത് ദർ വാസ് നോ പവർ സപ്ലൈ. അവിടെ എന്തുണ്ടായിരുന്നില്ല? നോ ഇലക്ട്രിസിറ്റി. ഏതുണ്ടായിരുന്നില്ല? കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. എങ്ങനത്തെ റൂമേനി അത്? വളരെ ചെറിയ റെന്റഡ് വാടകയ്ക്കുള്ള റൂമായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വേർ മീഗർ. ദ ഡോക്ടർ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തിട്ടുള്ളായിരുന്നു? മെഡിക്കൽ പ്രാക്ടീസ് പരിശോധന തുടങ്ങിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ് ഏർണിങ്സ് വേർ മീഗർ. അദ്ദേഹത്തിൻ്റെ ഹി ഹാഡ് ഓൺലി ലിറ്റിൽ മണി വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ ഒപ്പം കുറച്ച് എന്തേ ഉള്ളേനി, പൈസ മാത്രമേ ഉള്ളേനി. റെഡി അല്ലേ? ഐ ഹാഡ് അബൌട്ട് 60 rupees. എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു? എത്ര പൈസ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്? ഹി ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. ഇൻ ഹിസ് സ്യൂട്ട് കേസ് ഹി ഹാഡ് അബൌട്ട് 60 rupees. അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ എത്ര രൂപ ഉണ്ട്? 60 രൂപയോളം ഉണ്ട്. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. അറിയാലോ, കൂട്ടത്തിൽ ഏതാ ഉള്ളത്? പിന്നെ ഷർട്ട് ഉണ്ട്, ധോത്തി ഉണ്ട്, തുണിയാണ് ധോത്തി, അതറിയാലോ. ഐ ഓൾസോ പോസസ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ഈ ഷർട്ടിൻ്റെ ധോത്തിന് കൂടുതൽ പിന്നെന്താ ഉള്ളത്? ഒരു സോളിറ്ററി ബ്ലാക്ക്, എ സിംഗിൾ ബ്ലാക്ക് കോട്ട് വാസ് ദർ. ഒരു നമ്മൾ കണ്ടല്ലോ, ആ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ഒറ്റ കറുത്ത കോട്ടുണ്ടായിരുന്നു. വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. ആ സമയത്ത് അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്ന ആ കോട്ടും അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തൊക്കെയുള്ളത്? 60 rupees ആൻഡ് ദെൻ സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ് ആൻഡ് എ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ഓക്കെ ഡിയേഴ്സ്, നൗ
I took off my black coat, white shirt and not so white vest. That means he changed his dress. അദ്ദേഹം ഡ്രസ്സ് മാറ്റി. എന്തൊക്കെയാണ് അദ്ദേഹം ആദ്യം ബ്ലാക്ക് കോട്ട് എടുത്ത് മാറ്റി, വൈറ്റ് ഷർട്ട് എടുത്ത് മാറ്റി. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് മീൻസ് ദ വെസ്റ്റ് വാസ് നോട്ട് സോ വൈറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ഡേർട്ടി. അഴുക്കുള്ള, അത്ര വെളുത്തതല്ലാത്തതെന്ന് പറഞ്ഞാൽ അഴുക്കുള്ള ബനിയനും അടിയിലാകുമ്പോൾ കൂടുതൽ വിയർപ്പൊക്കെ പിടിച്ച് അങ്ങനെ ആവുമല്ലോ, അറിയാലോ. എന്നിട്ട് ഹങ് ദം അപ്പ്. ഹീ പുട്ടി ദർ, അത് മുകളിൽ എന്ത് ചെയ്തു വെച്ചു. ഹങ് ശ്രദ്ധിക്കേണ്ട വാക്കാട്ടോ. ഹങ് ആകുമ്പം തൂക്കിയിടുക എന്നർത്ഥം വരിക. ഹാങ്ഡ് എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക എന്നർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കണം അത്. I opened the 2 windows in the room. How many windows were there for that room? It had 2 windows. He opened it. 2 ജനലും തുറന്നു. It was an outer room with 1 wall facing the open yard. എങ്ങനത്തെ റൂമായിരുന്നു അത്? നമുക്കറിയാം, ഒരു പുറമുള്ള റൂമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം പുറത്ത് തുറന്ന മുറ്റത്തേക്കായിരുന്നു അഭിമുഖീകരിച്ചിരുന്നത്, അതിൻ്റെ ഒരു ചുമര്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എങ്ങനത്തെ റൂഫ് അതിനുണ്ടായിരുന്നു? ഓടിട്ട റൂഫായിരുന്നു. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്. നേരത്തെ കണ്ടു, വളരെ നീണ്ട പിന്നെ ത്രികോണാകൃതിയിലുള്ള കഴുക്കോലുകൾ ഇങ്ങനെ നിന്നിട്ട് അങ്ങനത്തെ ചുമരുമേ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. അത് എവിടെയാണ് നിലനിന്നിരുന്നത്? നമ്മളിപ്പോൾ കഴുക്കോലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അതാ ഉദ്ദേശിക്കുന്നത്, അതറിയാലോ. എന്നിട്ട് അത് പിന്നെ എന്നും പറഞ്ഞ് ബീമുമ്മലായിരുന്നു അത് വന്ന് നിന്നിരുന്നത്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ. നമ്മൾ സാധാരണ പണ്ടത്തെ ഒരു വീട് നിങ്ങളെ മനസ്സിലുണ്ടല്ലോ, ഒരു ഓടിട്ട വീട്, അതിൻ്റെ ഒരു മൂലയിലേക്ക് വരുന്ന ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദർ വാസ് നോ സീലിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാലോ, എന്താ പറയുക, നമ്മൾ ഓടിൻ്റെ നേരെ താഴെ നമ്മൾ എന്തെങ്കിലും പാക്കൊക്കെ അടിച്ചിട്ട് നമ്മൾ സീലിംഗ് ഉണ്ടാക്കുക, അതുണ്ടായിരുന്നില്ല. പിന്നെ ആൻഡ് ദെൻ there was a regular traffic of rats to and from the beam. ആ ബീമിലൂടെ the rats would travel, അല്ലെങ്കിൽ they would move or they would run. അങ്ങോട്ടും ഇങ്ങോട്ടും ആരിങ്ങനെ ഓടുമായിരുന്നു? പിന്നെ എലികൾ ഓടുമായിരുന്നു. ക്ലിയർ. റെഗുലർ ട്രാഫിക് മീൻസ് ദാറ്റ് വാസ് എ യൂഷ്വൽ പ്രാക്ടീസ്, റൈറ്റ്? സാധാരണ എന്ത് ചെയ്യുമായിരുന്നു? അതിലൂടെ എപ്പോഴും ഇങ്ങനെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. അദ്ദേഹത്തിന് ഉറങ്ങാനൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ബെഡൊക്കെ ഒരുക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അത് നേരെ ചെമ്മരിൻ്റെ അടുത്തേക്ക് വലിച്ചിട്ടു. ഐ ലേ ഡൗൺ. ലൈനാണ് കിടക്കുക എന്നുള്ള അർത്ഥമാണ്, അറിയാലോ. കിടന്നു ഉറങ്ങാൻ വേണ്ടി. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഉറങ്ങാൻ കഴിഞ്ഞു. റെഡിയല്ലേ? ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ അയർ. സോ ഹി ഗോട്ട് അപ്പ്. അദ്ദേഹം എണീറ്റിട്ട് ഹി വെന്റ് ഔട്ട്. എന്തിനാ പോയത്? വൈഡ് ഹി ഗോട്ട്. എന്തിനാ പുറത്തു പോയത്? ഫോർ എ ലിറ്റിൽ അയർ. നല്ല ശുദ്ധമായി കിട്ടാൻ വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. അപ്പോൾ വിൻഡ് ഗോഡ് പിന്നെ കാറ്റിൻ്റെ ദേവന് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നി? അല്പനേരം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി തോന്നി എന്ന് പറഞ്ഞാൽ ദ എയർ വാസ് സ്റ്റിൽ. വായു വളരെ നിശ്ചലായിരുന്നു, അവിടെ കാറ്റുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഐ വെന്റ് ബാക്ക് ഇൻ ടു റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അതുകൊണ്ട് സോ ഹി വെന്റ് ബാക്ക് ഇൻ ടു റൂം. അങ്ങോട്ട് പോയോന്? റൂമിലേക്ക് പോയി. എന്നിട്ടോ സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ചെയറിലിരുന്നു, അറിയാലോ. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത് ദ ടേബിൾ. ടേബിളിൻ്റെ താഴെയുള്ള ബോക്സ് തുറന്നു. ക്ലിയർ ആണല്ലോ. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക. എന്താണ് ബുക്കിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക എന്നാണ്. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. എന്തൊക്കെയാണ് പിന്നെ ടേബിൾ മേലുള്ളത്? ദർ വാസ് എ ലാമ്പ്, വിളക്കറിയാലോ. എ ലാർജ് മിറർ, വലിയൊരു കണ്ണാടി ഉണ്ട്. എ സ്മാൾ കോം, ചെറിയ ചീപ്പുണ്ട്. ലേ ബിസൈഡ് ദ മിറർ. മിററിൻ്റെ അടുത്ത്. ക്ലിയർ ആണല്ലോ മക്കളെ? വളരെ സിമ്പിളാണ്, രസകരമായിട്ട് അവതരിപ്പിച്ച് കൊണ്ടുപോകണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. നൗ ദിസ് ഈസ് മെറ്റീരിയ മെഡിക്ക. നൗ സീ ദ സമ്മറി. ഇതുവരെയുള്ളതിൻ്റെ സമ്മറി നോക്കാം നമുക്ക്. ഡോക്ടർ എഴുതിയെടുക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ എഴുതിയെടുക്കേണ്ട? ഇൻട്രഡക്ഷൻ എഴുതണം, പാഠത്തിൻ്റെ പേര് നന്നാക്കി എഴുതിയിട്ടുണ്ടാവണം, അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ എഴുതണം, പിന്നെ വേർഡ് മീനിങ്സ്, പിന്നെ സമ്മറി. ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ഓതറെ പറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊഫൈലായിട്ട് ചെയ്യുക, അപ്പോൾ എഴുതിയാൽ മതി. ശ്രദ്ധിക്കണേ. ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വർ ഡിസ്കസിങ് സ്നേക്ക്. ക്ലിയർ ആണല്ലോ? ഡോക്ടറും സുഹൃത്തുക്കളും എന്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത്? ആ പാമ്പുകളെ കുറിച്ചായിരുന്നു. ദെൻ ദ ഡോക്ടർ നറേറ്റഡ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് എ സ്നേക്ക്. പാമ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഹി ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ്. അദ്ദേഹം ഡോക്ടറായിട്ടുള്ള ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഹിസ് ഏണിങ്സ് വർ ദ ഫെർമീഗർ. അതുകൊണ്ട് തന്നെ തുച്ഛമായ വരുമാനമുള്ളതിന്, സമ്പാദ്യമുള്ളതിന്, അറിയാലോ.
He lived in a small rented room which was not electrified. Clear അല്ലേ? അതൊക്കെ ചെറിയ വാടക വീട്ടിലാണ്, കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ. He had only 60 rupees in his suitcase. Apart from a few shirts and dhotis, he had one solitary black coat. 60 റുപ്യ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഏതാനും ഷർട്ടുകൾ, മുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കോട്ട് ഉണ്ടായിരുന്നു. റെഡി അല്ലേ? ഹിസ് ഹൗസ് വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. വീട് നിറച്ചു വരെ എലികളായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അതിൻ്റെ സെറ്റിങ്ങും നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. വേനൽക്കാലത്ത് രാത്രി ഏതാണ്ട് 10 മണിയായ സമയത്ത്. വെൻ ഹി റിട്ടേൺ ടു ഹിസ് റൂം ആഫ്റ്റർ ഹാവിങ് ഹിസ് മീൽ ഹി ഹേർഡ് എ നോയ്സ് ഫ്രം അബവ്. അറിയാലോ, ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്നപ്പോഴാണ് എന്ത് കേൾക്കുന്നത്? ആ വാതിൽ വന്നപ്പോൾ സൗണ്ട് കേട്ടു. ആസ് ഇറ്റ് വാസ് ഹോട്ട് ഹി കുഡ് നോട്ട് സ്ലീപ്പ്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് എന്ത് ചെയ്തില്ല, അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. സോ ഹി വെൻ്റ് ഔട്ട്. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സോ ഹി വെൻ്റ് ഔട്ട് ടു ദ വരാന്തയിലേക്ക് പോയി. ബട്ട് എയർ വാസ് സ്റ്റിൽ. പക്ഷേ അപ്പോൾ അന്തരീക്ഷം എങ്ങനെയായിരുന്നു, വായു എങ്ങനെയായിരുന്നു? അനങ്ങാത്തൊരവസ്ഥയിലായിരുന്നു. സോ ഹി വെൻ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സെറ്റ് ഡൗൺ ഓൺ ദ ചെയർ ടു റീഡ്. അതുകൊണ്ട് റൂമിൽ പോയി വായിക്കാൻ വേണ്ടിയിരുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നൗ let us see the questions. സിമ്പിൾ ചോദ്യങ്ങൾ, ഏത് കുട്ടിക്ക് എഴുതാൻ പറ്റും. വാട്ട് വാസ് ദ ടോപ്പിക് ദാറ്റ് കെയിം അപ്പ് ഫോർ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്? ഡോക്ടറും സുഹൃത്തുക്കളും ചർച്ച ചെയ്ത വിഷയം ഏതാണെന്നാണ്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ല, ചെയ്യുമല്ലോ, നിങ്ങൾ ചെയ്തതിനു ശേഷം കണ്ടാൽ മതി. വാട്ട് ഡസ് എക്സ്പ്രഷൻ എ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? ഫുൾ ബ്ലഡ് കോബ്ര കൊണ്ട് എന്താ ഉദ്ദേശം? നമ്മൾ നേരെ അർത്ഥം പറഞ്ഞു, അത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് എഴുതാതെ. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? ക്ലിയർ അല്ലേ? അതായത് സൗണ്ട് കേട്ട് പരിചയമുള്ളതാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ സൗണ്ട് എന്നാണ് അറിയാൻ. അദ്ദേഹം വിചാരിച്ചു, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? റൈറ്റ്. പോസ് ചെയ്തതിന് ശേഷം നോക്കണേ. ദ ടോപ്പിക് വാസ് റിലേറ്റഡ് ടു സ്നേക്സ് ആൻഡ് വെദർ എനിവൺ ഹാഡ് എവർ ഹാഡ് എ സ്നേക്ക് കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് ദ ബോഡി. അതിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഈ 2 ഹാഡ് വന്നതൊക്കെ നമുക്ക് അറിയാലോ. അതായത് എനിവൺ ഹാഡ്, ഈ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് ഹാഡ് എന്നുള്ള പെർഫെക്റ്റിൻ്റെ കാണിക്കുന്ന ഹാഡാണ്. ഇത് ഹാഡ് ഹാവിൻ്റെ V3ൻ്റെ രൂപത്തിലാണ്, ഒക്കെ അറിയാലോ. നെക്സ്റ്റ്, വാട്ട് ഡസ് എക്സ്പ്രഷൻ ഫുൾ ബ്ലഡ് കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് കോബ്ര. ഓക്കെ അല്ലേ? ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? എന്തായിരുന്നു സൗണ്ട്? ഇറ്റ് വാസ് എ ഫെമിലിയർ സൗണ്ട് ഓഫ് സംതിങ് മൂവിങ് ഓൺ ബീംസ് ഓഫ് ദ ടൈൽഡ് റൂഫ് ഓഫ് ദി ഹൗസ്. നമുക്കറിയാം, ഭീമ കൂടെ ചില ജീവികൾ പോകുന്ന, എലിയൊക്കെ പോകുന്ന അതുപോലത്തെ സൗണ്ടായിരുന്നു. ഡോക്ടർ തോട്ട് ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് റാറ്റ്സ് റണ്ണിങ് അക്രോസ് ദ ബീം. ഞാൻ പറഞ്ഞു, ബീമിന് കുറുകെ ഓടുന്ന എന്തിൻ്റെ സൗണ്ടാണെന്നാണ് വിചാരിച്ചത്? എലിൻ്റെ സൗണ്ടാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ എന്താണെന്ന് പിന്നെ കാണാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? റൈറ്റ്. നൗ ഫസ്റ്റ് ഒരു അസൈൻമെൻറ്റാണ് ഉള്ളത്. എന്താ അസൈൻമെൻറ്റ്? ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എക്സ്പ്ലെയിനിങ് ഹിസ് ലൈഫ് ഇൻ ദ റെൻ്റർ റൂം. റെൻ്റർ റൂമിൽ, ആ വാടക വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് സുഹൃത്തിന് കത്ത് ചെയ്താണ്. എങ്ങനെയായിരിക്കും കത്ത് എന്നാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഇപ്രാവശ്യം തന്നെ ക്ലാസ് തുടങ്ങിയത് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വഞ്ചേഴ്സ് മനിയട്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ കുട്ടി തൻ്റെ സുഹൃത്തിന് പിന്നെ ഏതിനെക്കുറിച്ച് എഴുതുന്നത്, ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എഴുതുന്ന ഒരു കത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കുറേ കത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അത് എന്ത് ലെറ്ററാണ്? പേഴ്സണൽ ലെറ്ററാണ്. പേഴ്സണൽ ലെറ്ററിൻ്റെ രൂപമൊക്കെ നമുക്കറിയാം. ഇവിടെ വിത്തൗട്ട് നെയിം, അഡ്രസ്സ്, അതുപോലെ ഡേറ്റും ഉണ്ടാവുക. വേണമെങ്കിൽ എന്താവാം, പ്ലേസ്, ഡേറ്റ് അങ്ങനെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഒരു സാല്യൂട്ടേഷൻ മൈ ഡിയർ എന്നോ ഡിയർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. കോമടണം. പിന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ബോഡി ഉണ്ടാവും, കാര്യങ്ങൾ പറയും. പിന്നെ നമ്മളൊരു ലീവ് ടേക്കിംഗ് ആയത് നമ്മൾ പിന്നെ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം പറയും. പിന്നെ നമുക്കറിയാം യുവേഴ്സ് ലവിംഗ്ലി പോലുള്ള അല്ലെങ്കിൽ വിത്ത് ലവ് പോലുള്ള ഒരു കാര്യം ഉണ്ടാവും. അതിന് ശേഷം പിന്നെ നെയിം ST ഉണ്ടാവുക, അപ്പോൾ സൈന്, അതുപോലെ തന്നെ പേരൊക്കെ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ചെയ്യല്ല, മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരം കളണ്ടാച്ച വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പാഠം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടത്. റെഡിയാണല്ലോ? ഇതിന് ശേഷം ഒന്ന് കമ്പയർ ചെയ്യാനാണ് ഇത് വിടുന്നത്. ഓക്കെ ആണല്ലോ? റൈറ്റ്. ക്ലിയറാണ്? ചെറിയൊരു സാമ്പിൾ ലെറ്ററാണ്. ഗ്രീൻ വില്ല, പാനു, ഡേറ്റൊക്കെ കൊടുത്തു. പിന്നെ ഡിയർ റജുൽ, കോമട്ടു, ഒരു ചെറിയൊരു തുടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ വിഷയം ഇവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് വിശദീകരിച്ചു. പിന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്തു. പിന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുത്തു. റെഡി ആയിട്ട് എഴുതി. ക്ലിയർ ആണ്? ഇവിടെ വേണമെങ്കിൽ കോമഡ കേട്ടോ. കോമഡ ആദ്യം കാണുന്നുണ്ട്, പല 2 രൂപത്തിൽ കാണുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കില്ല, ഞാൻ വായിക്കണ്ടല്ലോ. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം. നൗ ഡിയേഴ്സ്, ഇത് വൈക്കം ബഷീറിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ്, പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചെയ്യുന്നത്. നമുക്കറിയാം
എന്നാലൊന്ന് ചെയ്ത് നോക്കുന്ന നല്ലതാണ്. ചോദ്യത്തിന് ശേഷം ഉത്തരം എഴുതി നോക്കുക. പിന്നെ അതിനുശേഷം യു ക്യാൻ സീ ദ ആൻസർ. ഓക്കെ, നൗ ഹോപ്പ് you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.